ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധി രോഗങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞു, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ഏതാനും ആഴ്ചകൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴക്കാലത്ത് സാധാരണയായി പകർച്ചവ്യാധി ഉണ്ടാകുന്ന 3 രീതിയിലാണ്. ഒന്ന്, ജലജന്യ രോഗങ്ങൾ. രണ്ടാമതായി, കൊതുകിൻ്റെ മുട്ടയിട്ട് പെരുകലൊക്കെ കൂടുന്നത് കൊണ്ടുള്ള കൊതുകുജന്യ രോഗങ്ങൾ. മൂന്നാമതായി, നമ്മൾ ഡയറക്റ്റ് ഒരു പനിയോ ജലദോഷമോ ഉള്ള ഒരാൾ മറ്റൊരാളുടെ അടുത്തിരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്യുമ്പോൾ, തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ അതുവഴി വായു വഴി ഡയറക്റ്റായിട്ട് പകരുന്ന രോഗങ്ങൾ. ഇങ്ങനെ 3 രീതിയിലാണ് മഴക്കാലത്ത് യൂഷ്വലി രോഗങ്ങൾ പകരുന്നത്. കടുത്ത പനിയും ജലദോഷവുമുള്ള കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാതെ അവർക്ക് ആവശ്യമുള്ള മരുന്നുകളും മറ്റും നൽകി തിളപ്പിച്ചാറ്റിയ വെള്ളവും മറ്റും കുടിക്കാൻ കൊടുത്ത് അത്യാവശ്യം ഒരു ഡോക്ടറുടെ ചികിത്സയൊക്കെ കൊടുത്ത് വീട്ടിൽ തന്നെ ശുശ്രൂഷിക്കുന്നതാണ് നല്ലത്. പകരം കുട്ടികളെ മരുന്നുകളും കൊടുത്ത് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ആവശ്യമായ റെസ്റ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ ശരീരം ഇളകുകയും റെസ്റ്റ് ഇല്ലാതെ പോവുകയും ചെയ്യുന്നതുകൊണ്ട് അസുഖം മൂർച്ഛിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ കുട്ടി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ള കുട്ടികളിൽ ശ്വസിച്ചിട്ട് അവർക്ക് രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജലജന്യ രോഗങ്ങൾ. മഴക്കാലത്ത് വെള്ളം മലിനമാകുന്നതുകൊണ്ട് പലതരം വയറിളക്ക രോഗങ്ങൾ, കോളറ തുടങ്ങിയവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളവും മറ്റും കുടിക്കാതിരിക്കുന്നത് കൊണ്ടും ശുദ്ധമല്ലാത്ത വെള്ളം കൊണ്ട് പാചകം ചെയ്യുന്നത് കൊണ്ടും ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ മഴക്കാലത്ത് വീട്ടിന് പുറത്തും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഓടിക്കളിക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ എലിപ്പനിയും മറ്റും പകർത്തുന്ന എലിയുടെ മൂത്രം കലർന്നിട്ടുണ്ടെങ്കിൽ കാലുകളിൽ ചെറിയ മുറിവോ അല്ലെങ്കിൽ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ അതുവഴി ബാക്ടീരിയ കയറിയിട്ട് എലിപ്പനി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൊതുകുജന്യ രോഗങ്ങൾ. മഴക്കാലത്ത് കൊതുകും മറ്റും മുട്ടയിട്ട് പെരുകുന്നതിനാൽ അതുവഴി പകരുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ, കൂടാതെ മലേറിയ, മന്തുപനി എന്നിവ മഴക്കാലത്ത് കൂടുതലായി കാണുന്നുണ്ട്. വീട്ടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക. വീട്ടിന് പുറത്തുള്ള ചിരട്ട, പഴയ പാത്രങ്ങൾ, ടയറുകൾ, ഇന്നത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണങ്ങൾ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഈ കൊതുകും മറ്റും മുട്ടയിട്ട് പെരുകുന്നത് കുറയ്ക്കുവാനും കൊതുകിൻ്റെ കടി കൊണ്ടുള്ള രോഗങ്ങൾ കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ജനലൊക്കെ തുറന്നിട്ട് വീട്ടിനകത്തൊരു ക്രോസ് വെൻറ്റിലേഷൻ, അതായത് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് എയർ പോവുകയും വീട്ടിൻ്റെ മുൻപിൽ നിന്നും ബാക്ക് ഡോർ വഴി എയർ പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിനകത്തേക്ക് കൊതുക് കിടക്കുമെന്നുള്ളതുകൊണ്ട് പലരും അത് ചെയ്യാറില്ല. അതുമൂലം അലർജി, ആസ്മ, ഫംഗൽ രോഗങ്ങളൊക്കെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. കഴിവതും ഒരു മുറിയിൽ ഒരു ജനൽപ്പാളിയിലെങ്കിലും മസ്കിറ്റോ നെറ്റ് ഫിക്സ് ചെയ്യുകയും ആ ജനലുകൾ ദിവസവും തുറന്നിടുവാനും ശ്രദ്ധിക്കണം. കൂടാതെ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക. കഴിവതും ശീതളപാനീയങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവ കൊടുത്ത് പ്രതിരോധശേഷി കഴിവതും കുറയ്ക്കാതെ നോക്കുന്നത് വഴി നല്ല പരിധി വരെ നമുക്ക് രോഗങ്ങൾ പടരുന്നത് തടയാൻ സാധിക്കും.